കേരള രാഷ്ട്രീയത്തിലെ യുവശബ്ദമായി അറിയപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പീഡന ആരോപണങ്ങളുടെയും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളുടെയും നടുവിലാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം നേരിടുന്ന ഈ വെല്ലുവിളി വ്യക്തിപരമല്ല, മറിച്ച് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും യുവജന സംഘടനകളുടെയും ധാർമ്മികതയെ കൂടി ചോദ്യം ചെയ്യുന്നതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോൺഗ്രസിനുള്ളിലെ കരുത്തുറ്റ യുവനേതാവായി ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നത് വൻ രാഷ്ട്രീയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചത്. കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ തീർത്തും ന്യായീകരണ സ്വഭാവമുള്ളതായിരുന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. 24 ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. അധികാരത്തിലുള്ളവർ തന്നോട് രാഷ്ട്രീയമായി പകപോക്കുകയാണെന്ന രാഹുലിന്റെ വാദം UDF അണികൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാൻ കാരണമായി. രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്ന പ്രചാരണങ്ങൾ പലപ്പോഴും അതിരുകടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രാഹുൽ നിരപരാധിയാണെന്ന പേരിൽ ഹാഷ്ടാഗ് ക്യാമ്പയിനുകളും പോസ്റ്റുകളും സജീവമാണ്. എന്നാൽ ഈ പ്രതിരോധം പലപ്പോഴും അതിജീവിതകളെ ലക്ഷ്യം വെച്ചുള്ള ക്രൂരമായ സൈബർ ആക്രമണങ്ങളായി മാറുന്നു എന്നത് ഗൗരവകരമായ ഒരു വസ്തുതയാണ്. അതിജീവിതകളുടെ സ്വഭാവഹത്യ നടത്തുന്നതും അവരെ പരിഹസിക്കുന്നതുമായ കമന്റുകൾ രാഹുൽ അനുകൂലികളിൽ നിന്നും ഉണ്ടാകുന്നത് ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ പോലും സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് കേരളത്തിലെ സ്ത്രീ സുരക്ഷാ ബോധത്തെ പരിഹസിക്കുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ ഒരു പാർട്ടി നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കാറാണ് പതിവ്. എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്നും തന്നെ ശക്തമായ വിയോജിപ്പുകൾ ഉയർന്നു. KPCC സെക്രട്ടറി MA ഷഹനാസ് നടത്തിയ വാർത്താ സമ്മേളനം ഇതിന് അടിവരയിടുന്നു. അതിജീവിതമാർക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം പ്രതിയെ ന്യായീകരിക്കുന്നത് ശരിയല്ലെന്ന ഷഹനാസിന്റെ നിലപാട് വലിയ ചർച്ചയായി. പീഡന കേസുകളിൽ പെടുന്നവർക്ക് പാർട്ടി സംരക്ഷണം നൽകരുതെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വന്നത്. ഈ വിവാദത്തിലേക്ക് കൂടുതൽ എണ്ണ പകരുന്നത് മുൻ KSU നേതാവും ആക്ടിവിസ്റ്റുമായ ജസ്ല മാടശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. രാഹുലുമായി മുൻപ് നടത്തിയ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ജസ്ല രംഗത്തെത്തിയത്. രാഹുലിന്റെ പെരുമാറ്റ ദൂഷ്യത്തെയും സ്ത്രീകളോടുള്ള സമീപനത്തെയും ജസ്ല രൂക്ഷമായി വിമർശിച്ചു. ജസ്ലയുടെ പോസ്റ്റിലെ പ്രധാന പോയിന്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും ഒരു കോഴിയല്ല, മറിച്ച് കുരുപ്പ് പിടിച്ച കോഴിയാണെന്നാണ് ജസ്ല വിശേഷിപ്പിച്ചത്. മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ നേതാക്കളുടെ അശ്ലീല മുഖം പുറത്തു കൊണ്ടുവരുമെന്ന് അവർ പ്രഖ്യാപിച്ചു. കേരളത്തിലെ സ്ത്രീകൾ ഒത്തുപിടിച്ചാൽ ഇത്തരം രാഷ്ട്രീയ ബിംബങ്ങളെ തകർക്കാൻ സാധിക്കുമെന്നും ജസ്ല ഓർമ്മിപ്പിച്ചു. സ്ത്രീ പീഡന വീരന്മാരെ സ്ഥാനാർത്ഥികളായി മാറ്റുന്നത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്നും അവർ കുറ്റപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ആരോപണങ്ങൾ നിയമപരമായി തെളിയിക്കപ്പെടേണ്ടവയാണ്. എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും മുൻകാല ചരിത്രവും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിശ്വസ്തതയെ ബാധിക്കുന്നു. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതും നിർണായകമാണ്. പീഡന കേസുകളിൽ ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്നത് വരും തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്കിടയിൽ പാർട്ടിക്കുള്ള സ്വാധീനം കുറയ്ക്കാനിടയാക്കും. കേരളത്തിൽ അടുത്ത കാലത്തായി ഉയർന്നു വന്ന മീറ്റു ചലനങ്ങളുടെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് ജനങ്ങൾ കാണുന്നത്. രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം ആരോപണങ്ങളിൽ ഉൾപ്പെടുമ്പോൾ അതിനെ രാഷ്ട്രീയ വൈരാഗ്യമായി തള്ളിക്കളയുന്ന പഴയ രീതി ഇന്ന് പ്രായോഗികമല്ല. ജസ്ലയെ പോലുള്ള വ്യക്തികൾ തെളിവുകൾ സഹിതം രംഗത്ത് വരുമ്പോൾ അത് പൊതുജനങ്ങളിൽ വലിയ സംശയങ്ങളും ഉണ്ടാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഈ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. യുവാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇമേജ് തകരാൻ ഇത്തരം വെളിപ്പെടുത്തലുകൾ കാരണമാകും. കൂടാതെ സോഷ്യൽ മീഡിയയിൽ അതിജീവിതകളെ ആക്രമിക്കുന്ന സൈബർ പോരാളികൾ യഥാർത്ഥത്തിൽ രാഹുലിനെ സഹായിക്കുകയല്ല, മറിച്ച് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള പീഡന ആരോപണങ്ങളും തുടർന്നുണ്ടായ ജസ്ല മാടശ്ശേരിയുടെ വെളിപ്പെടുത്തലുകളും കേരള രാഷ്ട്രീയത്തിൽ ഇരുണ്ട വശങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ലേബലിൽ എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയുന്നത് ജനാധിപത്യത്തിന് ചേരുന്നതല്ല. സത്യസന്ധമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കൂ. അതുവരെ അതിജീവിതകളെ വേട്ടയാടുന്ന സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ആഭ്യന്തരമായി ശുദ്ധീകരണം നടത്താനും തയ്യാറാകേണ്ടതുണ്ട്.